ഇവിടെ ഇപ്പോൾ ഈ താര മേഖലയിലുള്ള എല്ലാ ആളുകളും തുല്യമായ വേതനം വാങ്ങുന്നവരല്ല എന്ന് മാത്രമല്ല, അമ്മയുടെ മെമ്പർമാരോ മുൻ മെമ്പർമാരോ ആയിരുന്ന നിരവധി ആളുകൾക്ക് ഇപ്പോൾ അവരുടെ നല്ല സമയത്ത് വരുമാനം ഉണ്ടാക്കി കാണും. പക്ഷെ ഇപ്പോൾ ഈ പെൻഷനോ അതല്ലെങ്കിൽ ഈ അമ്മ നൽകുന്ന AMMന്നോ അമ്മന്നോ രണ്ട് വിളിച്ചാലും ഈ സംഘടന നൽകുന്ന അവരുടെ പണമൊക്കെ ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇതൊരു വെൽഫെയർ സംഘടന എന്നുള്ള നിലയിലുള്ള സംഘടനയാണ് എന്നൊരു പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കേണ്ട. നിലപാടുകളുടെ കാര്യത്തിൽ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിലൊക്കെ അതിനെ നയിച്ച എല്ലാ കാലത്തും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അതവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിതിനെ ഒരു വെൽഫെയർ ഓർഗനൈസേഷനായി കൂടി കാണാൻ സന്നദ്ധരാവണ്ടേ? തീർച്ചയായിട്ടും ഇപ്പം എത്രയോ ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർ സെലിബ്രിറ്റികളായതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഈ സംഘടനയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ നമ്മളെല്ലാവരും ആഹ്ലാദിക്കുകയും നമ്മൾ ആഹ്ലാദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ആ സ്ത്രീകൾ ജനാധിപത്യത്തിലൂടെ ഫൈറ്റ് ചെയ്ത് ആ നേതൃത്വത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അത് നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. അവരെല്ലാവരും ഇപ്പോൾ കുക്കു പരമേശ്വരനായാലും ശ്വേതാ മേനോനാണെങ്കിലും ഒക്കെ ഈ സംഘടനയെ നയിക്കണമെങ്കിൽ അവർ ആ സംഘടന മുഴുവനുള്ള ആളുകളെയും അവർക്ക് ഉൾക്കൊള്ളേണ്ടി വരും. അല്ലാതെ ഇത്തരം ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾ സ്ത്രീകളുടെ കാര്യം മാത്രം നോക്കുള്ളൂ, പുരുഷന്മാരുടെ കാര്യം നോക്കില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാവുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ അവിടെ സ്ത്രീകൾക്ക് അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരെടുക്കേണ്ട നിലപാടുകൾ ആ ഹേമ കമ്മിറ്റി ഒന്ന് വായിച്ചു നോക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ അതിലത്തെ സെക്സ് അലിഗേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ കേസുകളിലും ഒരു കേസ് ഒഴികെ, അതായത് ഈ AMMയുടെ പ്രസിഡൻ്റായിട്ടുള്ള സിദ്ദിഖിനെതിരായിട്ടുള്ള കേസ് ഒഴികെ ബാക്കി എല്ലാ കേസുകളും പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ AMM എന്ന സംഘടന തന്നെ വലിയ രീതിയിൽ അത് ടോർപ്പിഡ് ചെയ്ത് പോവുകയും വീണ്ടും ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, എനിക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതൊരു സെക്ഷൽ അലിഗേഷൻസ് മാത്രമുള്ള ഒരു കാര്യമല്ല. നിരവധി പ്രശ്നങ്ങൾ, ഓരോ തൊഴിലാളി വിഭാഗങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ, ബാത്റൂമില്ലാത്ത വിഷയങ്ങൾ, തുണി മാറാൻ ഇടമില്ലാത്ത സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കാത്തത്, മീൻകറി വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺക്ലേവിൽ പറഞ്ഞില്ലേ, ഒരു മീൻകറിയാണ് ഒരു ഊണിനെങ്കിൽ ഇപ്പോഴും അതിൽ കഷ്ണമില്ലാതെ ചാറ് മാത്രം കൊടുക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നത്. ലക്ഷ്മി പ്രിയ ഇവിടെ പറഞ്ഞു, മോഹൻലാൽ, മമ്മൂട്ടി അതുപോലുള്ള വലിയ താരങ്ങൾ, അവർ കോടിക്കണക്കിന് പ്രതിഫലം വാങ്ങിക്കുന്ന ആളുകൾ, അവർ മാത്രമല്ല സിനിമ എന്ന് കൂടിയാണ് അവർ പറഞ്ഞത്. അത്തരം ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അതിൽ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ അഡ്വക്കേറ്റ്സ്, ഞങ്ങൾ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്സ്, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സ്, സുപ്രീം കോടതിയിലെ എനിക്കറിയില്ല, പക്ഷേ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്സിന് എല്ലാവർക്കും ഒരേ ഇതാണോ കിട്ടുന്നത്, പ്രതിഫലമാണോ കിട്ടുന്നത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇടയില്ലാത്ത ചില വക്കീലന്മാരെങ്കിലും ഹൈക്കോടതിയിൽ എനിക്കറിയാം. കാരണം അതൊരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോൾ വക്കീൽ പണിയിൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ അതിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത്തരം സംഘടനകൾ നടത്തേണ്ടതുണ്ട്. അതും കൂടി അവരുടെ പ്രാധാന്യം തന്നെയാണ്. തീർച്ചയായിട്ടും.